ബാക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടറിന്റെ പ്രഭാത വാർത്താ യാത്രയിലേക്ക് കോഫി വിത്ത് സുജയിലേക്ക് വീണ്ടും സ്വാഗതം. വയനാടിനായി കൈകോർക്കാം എന്ന സന്ദേശവുമായി എന്റെ കേരളം എന്നും സുന്ദരം എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ. നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട്ടിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് റീബിൽഡ് വയനാട് ക്യാമ്പയിനുമായി റിപ്പോർട്ടറാണ് ആദ്യം എത്തിയത്. ഇന്നിപ്പോൾ ഇൻഫ്ലുവേഴ്സ് മീറ്റ് ചേരുന്നുണ്ട് വയനാട്ടിൽ. മന്ത്രി PA മുഹമ്മദ് റിയാസ് തത്സമയം ചേരുകയാണ് റിപ്പോർട്ടറിനൊപ്പം, നമ്മുടെ സ്വന്തം ടൂറിസം മന്ത്രി. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം റിപ്പോർട്ടറിലേക്ക്. ഗുഡ് മോർണിംഗ് സുജയ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് വയനാടൻ വൈബ്? വയനാട്ടിൽ നിന്നല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെ മുതൽ വയനാട്ടിലുണ്ട്. വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്താൻ എല്ലാവരും കൂടി കൂട്ടായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ വയനാട് ദുരന്തമെന്നാണ് അറിഞ്ഞോ അറിയാതെയോ ലോകത്താകെ പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വയനാട്ടിലാകെ എന്തോ കുഴപ്പം എന്ന ഒരു ഫീലാണ് പൊതുവെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, വയനാട് ജില്ലയിൽ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ല എന്ന് നമുക്കറിയാം. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു 15 ടൂറിസ്റ്റ് കേന്ദ്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെയും ചൂരൽമലയുമായി ബന്ധപ്പെട്ട് എത്രയോ ദൂരമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രചരണം നടന്നതിന്റെ ഭാഗമായി വയനാട്ടിൽ എന്തോ കുഴപ്പമാണ്, അതുകൊണ്ട് വയനാട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന് കേരളത്തിന്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റിലുള്ളവരും വിദേശത്തുള്ളവരും ചിന്തിക്കുന്നൊരു സ്ഥിതി വന്നു. ചെറിയ നിലയിൽ റിസോർട്ടുകളിലെ ബുക്കിങ്ങിന്റെ എണ്ണം കുറഞ്ഞു വന്നു. പക്ഷേ അത് മറികടക്കാനാകും എന്ന് പൊതുവെ ഞങ്ങൾ കരുതുന്നു. വയനാട്ടിലെ സാധാരണ മനുഷ്യർ, തേൻനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ചെറുകിട കച്ചവടം നടത്തുന്നവർ മുതൽ റിസോർട്ട് നടത്തുന്നവർ വരെ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് വയനാട് ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസങ്ങൾ, 2024 ഈ 4 മാസങ്ങളിൽ കേരളത്തിന്റെ വയനാട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്താകെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇന്ന് വിവിധ ഭാഗങ്ങളിലുള്ളവർ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ വയനാട്ടിലുണ്ട്. ഞങ്ങൾ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അവരൊക്കെ സഞ്ചരിക്കും. ഇതൊക്കെ ലോകത്തിനാകെ പരിചയപ്പെടുത്തും. വയനാട് ഈസ് സേഫ്. വയനാട് ജില്ലക്ക് ഒരു കുഴപ്പമില്ല. വയനാട് ടൂറിസം ലോകത്തെ തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഇടമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണിത്. ഇത് വലിയ മാറ്റം നമുക്കുണ്ടാക്കാനാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ ഇനി കേരളത്തിലേക്ക്, വയനാട്ടിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരുന്ന പദ്ധതിയും ഈ 4 മാസത്തിനിടയിൽ നടത്താനാണ് തീരുമാനിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ, വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയവരൊക്കെ തന്നെ ഇന്ന് 3 മണിക്ക് ഇൻഫ്ലുവൻസേഴ്സ് സംഗമിക്കുകയാണ്. അതിൽ വയനാട് ടൂറിസത്തിന്റെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കാര്യങ്ങളും ആലോചിക്കും. അതിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. റിപ്പോർട്ടർ TVയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്താൻ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്താൻ നിങ്ങളും സഹായിക്കണം എന്ന് ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്.